വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ 150 ഗ്രാം ചോറും കുറച്ച് യോഗോട്ടും ചീര കൊണ്ടുള്ള ഉപ്പേരിയും മുട്ടയും സവാളയും തക്കാളിയും ചേർത്തുള്ള ഒരു ഉപ്പേരിയും കൂടിയാണ്. വളരെ സിമ്പിളായ ഹെൽത്തി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. മുട്ടപ്പേരിക്ക് വേണ്ടി പാൻ വെച്ചു, ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്, ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്തു. സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്ത സവാളയിലേക്ക് 2 പച്ചമുളക്, തക്കാളി ഉടച്ചെടുക്കണം. 2-3 മിനിറ്റ് വേവിച്ചെടുത്തപ്പോൾ തക്കാളി ഉടനെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ടർമറിക് പൗഡറും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് മസാലകൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. മസാല റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കാം. 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തത്. മുട്ട ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ വേവിക്കണം, 1 മിനിറ്റോളം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കോളം ഇടക്കിയെടുത്താൽ അടിപൊളി മുട്ട ഉപ്പേരി റെഡിയായി കിട്ടും. അങ്ങനെ നല്ല ടേസ്റ്റിയായ അടിപൊളി മുട്ട ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ചീര കൊണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ചീര ഉപ്പേരിക്ക് വേണ്ടി പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയെടുത്ത ചീര ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ടർമറിക് പൗഡറും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി ചീരപ്പേര് റെഡിയാകും. അങ്ങനെ നല്ല അടിപൊളി ചീരപ്പേര് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് കുറച്ച് റൈസും യോഗോട്ടും ചീരപ്പേരിയും മുട്ട കൊണ്ടുള്ള ഉപ്പേരിയുമായിട്ട് നല്ല അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാം. സ്റ്റേ ഹെൽത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.